ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ രാവിലെ കാലൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ കാലൊക്കെ ഒരു ടെസ്റ്റും കാലൊക്കെ പാസ്സായതിൻ്റെ രാവിലെ തന്നെ നല്ല സന്തോഷത്തിലാണ് ഗൈസ് എണീച്ചത്. നമ്മളാണെങ്കിൽ നമ്മളെ കൂട്ടുകാരനെ കാലൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ കൂട്ടുകാരനെ കാലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ടെസ്റ്റും കാലൊക്കെ പാസ്സായെന്ന് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ എന്താ ടെസ്റ്റ് പാസ്സായെന്ന് ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടാൽ മച്ചാൻ മതി, അതിൻ്റെ ഫുള്ള് എല്ലാം അറിയാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കിട്ടിയ ജോലി ചെയ്യുന്ന ഡ്രസ്സാണ് ഗൈസ് അപ്പം നമുക്ക് ഇടാൻ കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കാലം ഇന്ന് മുതൽ ഡ്യൂട്ടി അങ്ങ് തുടങ്ങുകയാണ്. എന്തായാലും നമ്മളെ അറിയാം, നമുക്ക് ലാസ്റ്റ് കാണാം ഗൈസ് എന്താ ജോലി ചെയ്യുന്ന. വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മച്ചാന്മാരെ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ബാഗൊക്കെ എടുത്ത് വെച്ചേക്കാം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ചെറിയൊരു ഇതാണ് നമ്മളെ ഡിഫൻഡറൊക്കെ ഉണ്ട്. ഓക്കെ മച്ചാന്മാരെ, അപ്പം നമ്മളെ ജോലി എന്താണെന്ന് പകുതി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാം മച്ചാന്മാരെ. പക്ഷേ ഗൈസ് അപ്പോൾ ഫുള്ളായിട്ട് കാണുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ട്വിസ്റ്റ് കാലൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാരുടെ പേരും കാലൊക്കെ നമ്മൾ വിശദമാക്കി പറയുകയാണെങ്കിൽ ഗൈസ് ഇപ്പം നമ്മൾ ജോണും കാലൊക്കെ നല്ല നമ്മളെ ജോണും കാലൊക്കെ ഈ ഒരു പ്ലെയിൻ്റെ ഇവിടെ ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. അപ്പം നമ്മൾ വീഡിയോയിൽ കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഇന്ന് ഓട്ടിക്കാനുള്ള പ്ലെയിൻ ചെറിയ വല്ല പ്ലെയിൻ മതിയായിരുന്നു. പിന്നെ രക്ഷപ്പെട്ട് ഗൈസ്. ഇപ്പോൾ ചെറിയ പ്ലെയിനാണ്, വലുതെന്ന് വെച്ചാൽ ലാൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ എന്തായാലും കേളൊക്കെ നേരെ നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലെയിൻ്റെ അടുത്ത് അവിടെ കൊണ്ടിടാൻ കേട്ടോ ഗൈസ് നമ്മളെ വണ്ടികളൊക്കെ. എൻ്റെ മോനെ ഗൈസ് ഇപ്പോൾ എന്ന് വെച്ചാൽ നോമ്പായതുകൊണ്ട് എല്ലാവരും നമ്മളെ ഈ ഒരു നാട്ടിലോട്ട് കാലൊക്കെ വരും കേട്ടോ ഗൈസ്. അപ്പോൾ വീട്ടുകാരെയൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആൾക്കാരെല്ലാം കാണും കേട്ടോ ഗൈസ്. ഇപ്പം ഗൈസ് ഈ ഒരു പ്ലെയിനകത്ത് നമുക്ക് പ്രൈവറ്റ് പ്ലെയിൻ അല്ലേ ഗൈസ് ഇപ്പം മന്ത്രിമാരെയൊക്കെ കൊണ്ടുപോകുന്നത്. എന്തായാലും കുഴപ്പമില്ല മച്ചാന്മാരെ, നമുക്ക് ഈ ഒരു പ്ലെയിൻ ആയാലും മതി. എന്തായാലും ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു കൊച്ചു പ്ലെയിനുകളൊക്കെ ഫസ്റ്റത്തെ ആയതുകൊണ്ടായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ്. അപ്പം എന്തായാലും ജോലിയെന്ന് ഗൈസ്. അപ്പം പൈലറ്റാണ് മച്ചാന്മാരെ, ഞാൻ പൈലറ്റാണ് ഗൈസ്. അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് പൈലറ്റാണ്. ഓക്കെ ഗൈസ്. അപ്പം നമ്മളുകളൊക്കെ നേരെ ഇതുങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ മോനെ അടുത്ത അങ്ങോട്ടും ഇങ്ങളൊക്കെ പോകണം, അടുത്ത നാട്ടിലോട്ടാണ് ഗൈസ് നമുക്ക് പോകേണ്ടുള്ളത് ഗൈസ്. അങ്ങനെ ഞാനും കാളൊക്കെ ആണെങ്കിൽ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെ കാളൊക്കെ അടുത്ത പ്ലെയിനിലോട്ട് കാളൊക്കെ കയറിയിട്ടുണ്ട്. മറ്റേ പ്ലെയിൻ ഗൈസ് അപ്പം നമുക്ക് പോകാനുള്ള എല്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം വേറൊരുത്തന്നെ പോകേണ്ടുള്ളതായിരുന്നു, ഏതാണ്ട് ഒരുത്തനാണ്ട് പോകേണ്ടുള്ള പ്ലെയിനായിരുന്നു ഗൈസ്. അപ്പം ഞാൻ അറിയാതെ ആ പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി. ഇത് നമ്മളെ പ്ലെയിൻ തന്നെയാണ് ഗൈസ്. ഇപ്പം ആരും പേടിക്കുന്നു വേണ്ട, ഞാൻ തന്നെയാണിത് ഗൈസ്. ഇപ്പം ഇതെന്താണ് ഗൈസ് ഇപ്പോൾ പ്ലെയിനുകളൊക്കെ പൊങ്ങുന്നില്ലേ മച്ചാന്മാരെ, എന്താണ്? ഗൈസ് പൊങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ലാപ്പ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലെയിനാണ് കേട്ടോ ഗൈസ്. ഫസ്റ്റായിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മൾ പ്ലെയിൻ ഓടിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നവരെയൊക്കെ ശ്രദ്ധയ്ക്ക് അവരെല്ലാം പേടിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ എന്നെപ്പോലെ തൊരുത്തരല്ലേ ഗൈസ് അപ്പോൾ ഈ ഒരു പ്ലെയിനുകളൊക്കെ ഓടിക്കുന്നത്. അവർക്ക് എങ്ങനെ പേടിക്കാതിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഗോ അറൗണ്ട് ആവാൻ ചാൻസും ഉണ്ട്. നമുക്ക് ഈ റെയിൽവേ പാളത്തിനെ സൂചിപ്പിച്ചാണ് ഈ സ്പോണ്ടുള്ളത്. എൻ്റെ മോനെ എല്ലാവരും കിടന്ന് എൻ്റെ നല്ല ചീത്ത വിളിക്കുന്ന കണക്കൊരു ഫീലിംഗ് ഉണ്ട് ഗൈസ്. ലാൻഡ് ചെയ്ത് ഗൈസ്, ഇവിടെ എന്തിനാണ് ലാൻഡ് ചെയ്തത്? കൊള്ളാം എൻ്റെ മോനെ ഗൈസ്. തേഞ്ഞ് ചത്തേന്നില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. പ്ലെയിൻ അങ്ങോട്ട് പൊങ്ങുന്നില്ല. സാറേ ഹലോ സാറ് ഒറ്റ ഒരു തന്നെ ഇതിനകത്തില്ലല്ലേ ഗൈസ്. അപ്പം മേളിൽ നല്ല പറന്ന് പൊക്കിപ്പിക്കണം കേട്ടോ. ഗൈസ് ഇപ്പോൾ ഇവിടെ ലാൻഡിങ്ങുകളൊക്കെ ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ സാറേ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ലാൻഡ് ആവാൻ പോവുകയാണ്. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഗോ ഗൈസ്. ഇപ്പം നമുക്ക് ഓക്കെയാണ്, ലാൻഡിങ്ങിൻ്റെ എല്ലാം ഓക്കെയാണ്, സിഗ്നൽ ഓക്കെയാണ്, റഡാർ ഓക്കെയാണ് ഗൈസ്. ഇവിടെ റോഡൊന്നും ഇല്ല ഗൈസ്. ഇപ്പോൾ റോഡിലൊന്നും കൊണ്ട് ഇതാക്കണ്ട ഗൈസ്. ഇവിടെ ആണ്ടെയാണ് ലാൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നും അല്ലാത്ത എയർപോർട്ടൊന്നും ഇല്ലേ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലെയിനുകളൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം പിന്നെ മോനെ ഗൈസ്, ഞാൻ ആൾക്കാരെ എടുക്കാൻ വരിക നേരമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. എന്തായാലും ഗൈസ് കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു മച്ചാന്മാരെ. കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മുടെ പ്ലെയിനുകളൊക്കെ ഇന്ന് നല്ല രീതിക്ക് കത്തുന്നുണ്ട്. ഈ ജോലി എനിക്ക് പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഹെഡായ അയാൾ കിടന്ന് എന്നെ നല്ല പറഞ്ഞിട്ടുണ്ട് വഴക്ക് ഗൈസ്. അപ്പോൾ
എനിക്ക് പറ്റിയ ജോലിയൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ മച്ചാമാരെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ അടുത്ത പ്ലെയിനും കാളൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ കാളിക്ക് അടുത്ത പ്ലെയിനും കാളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു ഓടിക്കാറ് കിടക്കുന്ന കണ്ടോ ഗൈസ്. അപ്പം നമ്മളെ ഇത് മാനേജറിൻ്റെയാണ്. മാനേജർ ഇച്ചിരി നല്ല പണക്കാരനാണ് കേട്ടോ ഗൈസ്. അപ്പം അയാൾ 2000 എത്ര രണ്ടാലാണ് കയറിയതാണ് കേട്ടോ ഗൈസ്. അപ്പം മാനേജർ ഇച്ചിരി പണക്കാരനാണ്, അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നമ്മളെ വഴക്കൊന്നും പറയില്ലേ, ഞാൻ വിചാരിച്ചു നല്ലത് കേൾക്കുമെന്ന്. പക്ഷേ വഴക്ക് വലുതായിട്ടൊന്നും കേട്ടില്ല, ചെറുതായിട്ടൊരു വഴക്കേ കേട്ടുള്ളൂ. ചെറിയൊരു വഴക്ക് പോലത്തെ എന്താണ്ടൊക്കെ കേട്ടു. നമ്മളപ്പം തന്നെ അത് മായ്ച്ച് കളയണമെന്നാണല്ലോ മച്ചന്മാരെ. ഈ ഒരു ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല ക്ഷമയൊക്കെ വേണം. വഴക്ക് കേട്ടാലും പിടിച്ചിരിക്കാനുള്ളൊരു ഇതൊക്കെ വേണം കേട്ടോ കേസ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും വലുതാകുമ്പോൾ ആരാവാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളിന്ന് ഒരു കമൻറ്റ് കാളൊക്കെ ഇടണേ കേട്ടോ കേസ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, ജോലിയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പ്ലെയിനും കാളൊക്കെയാണ് എനിക്ക് വേണ്ടുള്ളത് കേട്ടോ കേസ്. അപ്പം മറ്റേ പ്ലെയിനൊക്കെ എന്താടാ എൻ്റെ മോനെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ലാൻഡിങ് ആണ്. നല്ല ലാൻഡിങ് ആയാൽ മതിയായിരുന്നു. ഓക്കെ മോനെ, വൈബ് തന്നെ, വൈബായി. ഓക്കെ കേസ്. ഓക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ പ്ലെയിന് ലാൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മച്ചാമാരെ. കൊള്ളാം, വീണ്ടും ഉണ്ടായി. ഓരേ വീണ്ടും ചത്ത്. ആകേശം ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതി. ലാൻഡിങ് ആയിട്ട് ഇന്ന് ചെയ്യണ്ടെന്നാണ്. തീ പിടിക്കല്ലേ. കൊള്ളാം ഗൈസ്. അങ്ങനെ അടുത്ത അറ്റംപ്റ്റും ഫെയിലായി. ഓക്കെ ഗൈസ്. അപ്പം അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പ്ലെയിനുകളിലൊക്കെ ഇങ്ങനെ എൻ്റെ മച്ചാമരെ. നമ്മൾ പോയ വണ്ടി തോണ്ട കിടക്കുന്നു കേട്ടോ ഗൈസ്. അങ്ങോട്ട് പോയൊരു കാറ് തോണ്ട കിടക്കുന്നു. അടുത്ത പ്ലെയിനും കാളൊക്കെ ഓട്ടിക്കാനുള്ള സമയമായിട്ടുണ്ട് മച്ചാന്മാരെ. ഇപ്പോഴാണ് എനിക്ക് ആ പ്ലെയിനിൻ്റെ ഒരു ഇത് കിട്ടിയ. എങ്ങോട്ടേന്ന് കയറുന്നിടാ, ഈ പ്ലെയിനെ കണ്ടിട്ടില്ലേ? ഓക്കെ ഗൈസ്. അങ്ങനെ ഓക്കെ ഗൈസ്. അങ്ങനെ ഈ ഒരു പ്ലെയിനും കാളൊക്കെ അങ്ങനെ നമ്മൾ ഓട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടുത്തടുത്തോട്ട് പോകേണ്ടുള്ളതുണ്ട്. അടുത്ത നമുക്ക് കുഹാനിയ എന്ന് പറഞ്ഞ ഏതാണ്ടൊരു നാട്ടിലോട്ടാണ് പോകേണ്ടത്. കുഹാനിയ അങ്ങനത്തെ ഒരു നാട്ടിലോട്ടാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളതിലെ ഷോറൂമിൻ്റെ അടുത്താണ്ടെയാണ്, അവിടെയാണ് അടുത്ത ലാൻഡിങ്. നമ്മളിപ്പം എല്ലായിടത്തും ലാൻഡിങ് ചെയ്ത് പോകണം കേസ്. പോയി ഞാൻ അടുത്ത് ഇവിടെ ആണ് കേട്ടോ കേസ്. ഓക്കെ കേസ്. ഓക്കെ നമ്മുടെ ലാൻഡിങ് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പോവുകയാണ്. സ്ട്രെയിറ്റ്. ഓക്കെ ഗൈസ്. അങ്ങനെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെടുന്നവരെ എല്ലാവർക്കും മച്ചാമനെ ഗുഡ് ബൈ.